19th January അതായത് സൺഡേ, അതായത് ഇന്നത്തെയും കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് 18th and 19th ഇന്നലത്തെ സൺഡേ മൺഡേ 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡേ, അതായത് 19th January എന്ന് പറയുമ്പം ഇന്നത്തെ ഡേയുടെ പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് കോക്ബോറോക്ക് ഡേ എന്നാണ് എന്ത് ചെയ്തേക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് കോക്ബോറോക്ക് ഡേ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ January 19 ആനുവലി, അതായത് എല്ലാ ഇയറിലും എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇറ്റ് ഹോൾഡ്സ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ ദ ഇൻഡിജീനിയസ് ത്രിപുരി പീപ്പിൾ, എസ്പെഷ്യലി ഇൻ ത്രിപുര. അതായത് ത്രിപുര ബേസ്ഡ് ആയിട്ടുള്ള ഒരു അവരുടെ എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ്, ഹിസ്റ്ററി, ലിംഗ്വിസ്റ്റിക് കോൺട്രിബ്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആക്കാനും അതിനെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 19th January കോക്ബോറോക്ക് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതെന്താണ്, ഇറ്റ് ഈസ് എ ലാംഗ്വേജ്. അതായത് ത്രിപുരി കമ്മ്യൂണിറ്റിയുടെ, ഇപ്പൊ നമ്മുടെ മലയാളം എന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെ മദർ ടങ് ഉണ്ട്. അപ്പം ത്രിപുരയുടെ അല്ലെങ്കിൽ ത്രിപുര പീപ്പിളിന്റെ ത്രിപുരയിലുള്ളവരുടെ എന്താണ് മദർ ടങ് ആണ് എന്തെന്ന് പറയുന്നത് കോക്ബോറോക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ പിന്നെ അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 19th January മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേ ആണ്. അതായത് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ ദ 3rd Monday in January. അപ്പൊ അത് 19th January തന്നെ ആണോന്നില്ല, 3rd Monday in January ആണ് എന്ത് ചെയ്തത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഒരു ഡേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ദ ഡേ കൊമമറേറ്റ്സ് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ഡോക്ടർ കിങ്, who was a Baptist minister and prominent leader in the American civil rights movement. അതായത് അമേരിക്കയുടെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് എന്താ ഡോക്ടർ കിങ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ലോക്പാൽ ഓഫ് ഇന്ത്യ. ലോക്പാൽ നമുക്കറിയാം എന്താണ് ലോക്പാൽ എന്ന് പറയുന്നത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻഡിപെൻഡന്റ് ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ് അറ്റ് യൂണിയൻ ലെവൽ. ഈ ലോക്പാൽ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലോട്ട് വരുമ്പം എന്തുണ്ട്, ലോകായുക്ത എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനാ, കറപ്ഷൻ റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടേഴ്സിലോ അല്ലെങ്കിൽ ഏതൊരു സെക്ടേഴ്സിലും ഉള്ള കറപ്ഷനെ പറ്റി സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത്. സോ അത് സ്റ്റേറ്റ് ലെവലിൽ വരുമ്പം അത് ലോകായുക്തയായിരിക്കും. യൂണിയൻ ലെവൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സെൻട്രൽ ലെവലിൽ ആകുമ്പോൾ അത് ലോക്പാലാണ്. ഓക്കെ. സോ ലോക്പാൽ ഓഫ് ഇന്ത്യ ഒബ്സർവ്ഡ് ഇറ്റ്സ് ഫൗണ്ടേഷൻ ഡേ ഓൺ 16th January 2026, marking the day the institution legally came into force in 2014. അതായത് ലോക്പാൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് വന്നതെന്നാണ് 2014ലാണ്. സോ അതിന്റെ ഫൗണ്ടേഷൻ ഡേ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലോക്പാൽ, അതിന്റെ ഇവല്യൂഷൻ. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് അത് റീഡ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, എന്താ ലോക്പാലിന്റെ മെമ്പർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് അപ് ടു 8 members. അതായത് ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ എന്ത് ചെയ്യാം, 8 members വരെ എന്ത് ചെയ്യാം വരാം. ആൻഡ് അതേപോലെ തന്നെ ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി സെലക്ഷൻ കമ്മിറ്റി. സ്റ്റാറ്റ്യൂട്ടറി സെലക്ഷൻ കമ്മിറ്റിയുടെ ബേസിസിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോകായുക്ത അല്ലെങ്കിൽ ലോക്പാൽ എന്ന് പറയുന്നതിന്റെ ഹെഡിനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഇസ് ദ ടെന്യൂർ ഈസ് ഫോർ 5 years or up to the age of 70, whichever is earlier. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് either 5 years അല്ലെങ്കിൽ എന്ത് വരും, up to the age of 70. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചായിരുന്നു. അതായത് ITBP, ടിബറ്റൻ ബോർഡർ പോലീസ്, അതേപോലെ തന്നെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, BSF ഒക്കെ. അതേപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് പ്രവീൺ വസിഷ്ഠയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പോയിന്റ് ആയിരിക്കുന്നത്. സോ ശ്രീ പ്രവീൺ വസിഷ്ഠ IPS ഓഫീസർ ആണ്, ബീഹാർ കേഡറിലെ, has been appointed as vigilance commissioner in the Central Vigilance Commission and took oath on 16th January. So Central Vigilance Commissionലെ ന്യൂ ഹെഡ് ആയിട്ട് ആര് വരുന്നു, പ്രവീൺ വസിഷ്ഠയാണ് വന്നിരിക്കുന്നത്. സോ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയാം
അപ്പെക്സ് ഇന്റഗ്രിറ്റി ആൻഡ് വിജിലൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും അപ്പെക്സ് ഇന്റഗ്രിറ്റി ആൻഡ് വിജിലൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്? കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാന്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഹെഡ് എന്ന് പറയുന്നത് വിജിലൻസ് കമ്മീഷണർ ആണ് അതിന്റെ ഹെഡ്. ആൻഡ് ഇവിടെയും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ഇത് വരുന്നത്, അതായത് അസിസ്റ്റഡ് ബൈ നോട്ട് മോർ ദാൻ 2 വിജിലൻസ് കമ്മീഷണേഴ്സ്. അതായത് വിജിലൻസ് കമ്മീഷണർ അതിൽ ഹെഡ് കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് മോർ ദാൻ 2 മെമ്പേഴ്സ്. എന്താ 2 മെമ്പേഴ്സിൽ കൂടുതൽ ആവാതെ ആൾക്കാർ എന്തുണ്ട്? മേ ബി വിജിലൻസ് കമ്മീഷണർ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അസിസ്റ്റ് ചെയ്യാൻ ഒരാളും കൂടെ എന്ത് ചെയ്യും? കാണും. എന്തായാലും 2ൽ കൂടുതൽ ആൾക്കാർ ഹെഡ് പൊസിഷനിൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ടെന്യൂറിൽ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. ടെന്യൂർ ഈസ് ഫോർ 4 years. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നതിന്റെ ടെന്യൂർ അല്ലെ ടേം ഓഫ് സർവീസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 years ആണ്. ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years. ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച്. പിന്നെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ വിജയേന്ദ്ര സിംഗ്. ഓക്കെ, വിജയേന്ദ്ര സിംഗിനെ എന്ത് he is appointed as a member of Asian Boxing Council. Asian Boxing Councilന്റെ മെമ്പർ ആയിട്ട് ഇന്ത്യയുടെ വിജയേന്ദ്ര സിംഗിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യസ് വിജയേന്ദ്ര സിംഗ് who won a bronze medal at the Beijing Olympics 2008. 2008ലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ എന്താ ബോക്സർ ആയിരുന്നു ആര്? വിജയേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. സോ നൗ ഹി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഏഷ്യൻ ബോക്സിംഗ് കൗൺസിൽ. ഏഷ്യൻ ബോക്സിംഗ് കൗൺസിലിലെ മെമ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് ബീൻ അപ്പോയിന്റഡ്. ആൻഡ് ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ് ഇൻ ബോക്സിംഗ്. ഹി വൺ ഗോൾഡ് അറ്റ് ദ 2010 ഏഷ്യൻ ഗെയിംസ് ഇൻ Guangzhou after securing bronze at the 2006 edition in Doha. അതായത് നമ്മുടെ ഫസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ്, ബോക്സിംഗിലെ ഫസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? വിജയേന്ദ്ര സിംഗ് ആണ്. ഹി വൺ ഗോൾഡ് അറ്റ് ദ 2010 ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസിൽ 2010 ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യാനായിട്ടും ആർക്ക് പറ്റി? വിജയേന്ദ്ര സിംഗിന് പറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് ഏഷ്യൻ ബോക്സിംഗ് കൗൺസിൽ എന്നുള്ളതാണ്? ഓപ്പറേറ്റ്സ് അണ്ടർ ദ അംബ്രല്ല ഓഫ് ദ വേൾഡ് ബോക്സിംഗ് കൗൺസിൽ. വേൾഡ് ബോക്സിംഗ് കൗൺസിൽ ഈസ് ആൻ ഇന്റർനാഷണൽ ഫെഡറേഷൻ അപ്രൂവ്ഡ് ബൈ ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ച ഒരു ഫെഡറേഷൻ ആണ് ദ വേൾഡ് ബോക്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്താ? ജസ്റ്റിസ് ഡേവിഡ് അന്നസാമി passes away. ഫോമർ ജഡ്ജ് ഓഫ് മദ്രാസ് ഹൈക്കോർട്ട് ആയിരുന്നു. ആൻഡ് ഹി ഹാസ് പാസ്ഡ് അവേ. ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഹി ഓൾസോ ഹെഡഡ് ദ 9-member കമ്മിറ്റി അപ്പോയിന്റഡ് ടു റെക്കമെൻഡ് November 1st ആസ് പുതുച്ചേരീസ് ഇൻഡിപെൻഡൻസ് ഡേ. അതായത് പുതുച്ചേരിയുടെ ഇൻഡിപെൻഡൻസ് ഡേയും November 1st ആണ് എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ കമ്മിറ്റിയിലെ എന്തായിരുന്നു? ഹെഡ് ആയിരുന്നു. 9-member കമ്മിറ്റിയിലെ ഹെഡ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് ഡേവിഡ് അന്നസാമി എന്ന് പറയുന്ന ജഡ്ജ്. ഓക്കെ, ആൻഡ് നൗ ഹി ഹാസ് പാസ്ഡ് അവേ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ സാരി എറ്റേണൽ എന്ന് പറയുന്ന ഒരു ബുക്ക്. അതായത് ഒരു ബുക്ക് ഓതർ ആ കാറ്റഗറിയാ വരുന്നത്. സോ ദ സാരി എറ്റേണൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇപ്പം ഉണ്ട്. സോ ഇറ്റ് വാസ് റിട്ടൺ ബൈ ലക്ഷ്മി പുരി എന്ന് പറയുന്ന ഒരു എന്താ മേ ബി ഷീസ് എന്താ പേഴ്സണലൈസ്ഡ് മെമ്മർ ഓഫ് ഓൺ ഹർ അഫെയർ വിത്ത് സാരി. അതായത് സാരിയോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷീ ഹാസ് റിട്ടൺ എ ബുക്ക് കോൾഡ് ദ സാരി എറ്റേണൽ ബൈ ലക്ഷ്മി പുരി. നെക്സ്റ്റ് വൺ, Sugatmi National Award in Statistics 2026. Sugatmi National Award in Statistics has been instituted by the Ministry of Statistics and Program Information to recognize the exceptional outstanding contribution made by the individuals in terms of high quality research work to improve the system of official statistics. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്കകത്ത് ഒരു ഹൈ ക്വാളിറ്റി റിസർച്ച് വർക്ക്, അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ കറണ്ട് സിനാരിയോസ് വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്ത് ഇംപ്രൂവ്മെന്റ്സ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്ത് വർക്കുകൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് കൊണ്ടുപോകുന്നു, റിസർച്ച് വർക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ഒരു എക്സെപ്ഷണൽ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന അവാർഡാണ് ഇത് സുഗാത്മി നാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എന്താ ഇത് ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഇറ്റ് വാസ് ഗിവൺ ഇൻ 2000, അതിനുശേഷം പിന്നെ ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ആൻഡ് ഇത് പ്രസന്റ് ചെയ്യുന്നത് ഡ്യൂറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഫംഗ്ഷൻ 29th June
2026 സ്റ്റാറ്റിസ്റ്റിക്സ് ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രസന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, INS Sagar 20 flags off for Sagar Maitri 5. INS Sagar 20, India's oceanographic research vessel under the Naval Physical and Oceanographic Laboratory of DRDO, was flagged off for the 5th edition of the Sagar Maitri initiative from Southern Naval Command Kochi on 17 January 2026. അതായത് സാഗർ മൈത്രി എന്ന് പറയുന്ന ഒരു എന്താ നമ്മള് ഈ അഭിലാഷ് ടോമി ഒക്കെ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത്രയും ഒരു ഇൻഡിവിജ്വൽ ബേസിസിലല്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സീ ഇൻവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. സോ അതിന്റെ 5th എഡിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് സാഗർ ധ്വനി എന്ന് പറയുന്ന വെസൽ അല്ലെങ്കിൽ നമ്മുടെ NPOL നേവൽ ഫിസിക്കൽ ഓഷ്യാനോഗ്രഫി ലബോറട്ടറിയുടെ വെസൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഇനിഷ്യേറ്റീവ് ഫ്രം സദേൺ നേവൽ കമാൻഡ് കൊച്ചി. എന്തിനാ ഇതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇനിഷ്യേറ്റീവ് എയിംസ് ടു പ്രൊമോട്ട് ക്ലോസർ കോപ്പറേഷൻ ഇൻ സോഷ്യോ എക്കോണമിക് ആസ്പെക്ട്സ് ആൻഡ് ഗ്രേറ്റർ സയന്റിഫിക് ഇന്ററാക്ഷൻ എസ്പെഷ്യലി ഇൻ ഓഷ്യൻ റിസർച്ച് എമംഗ് ഇന്ത്യൻ ഓഷ്യൻ റിം കൺട്രീസ്. അതായത് ഇന്ത്യൻ ഓഷ്യൻ റിമ്മിൽ വരുന്ന കൺട്രീസുമായിട്ടുള്ള നമ്മുടെ ക്ലോസർ കോപ്പറേഷൻ ഇൻ സോഷ്യോ എക്കോണമിക് ആൻഡ് ഗ്രേറ്റർ സയന്റിഫിക് റിസർച്ച് ഒക്കെ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ 5th എഡിഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് ഒരു ഹിസ്റ്ററി ഉണ്ട്, നമ്മൾ നേരത്തെ ഇതുപോലത്തെ പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് മൈത്രി എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് സാഗർ മൈത്രി എന്ന ഇനിഷ്യേറ്റീവിന്റെ പേര്. സോ മൈത്രി മീൻസ് മറൈൻ ആൻഡ് അല്ലീഡ് ഇന്റർഡിസിപ്ലിൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. സോ അതിൽ തന്നെയാണ് എന്താ റിസർച്ച് അല്ലെങ്കിൽ ട്രെയിനിങ്, അതായത് നമ്മുടെ ഇവിടെയുള്ള ഓഷ്യാൻ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയൊക്കെ റിസർച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടത്താറുണ്ട് ഈ NPOL ബേസിസിൽ. സോ അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ മുന്നോട്ടും എന്ത് ചെയ്യുന്നത്, നല്ല എഫക്റ്റീവ്ലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു സാഗർ മൈത്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. മെയിൻലി ഇത് ഏതൊക്കെ കൺട്രീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റിമ്മിൽ വരുന്ന ഏതൊക്കെ കൺട്രീസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒമാൻ, മാൽദീവ്, ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ആൻഡ് മ്യാൻമാർ. അതായത് ഇന്ത്യൻ ഓഷ്യന് ചുറ്റിനും, ഇന്ത്യൻ ഓഷ്യനെ ഒരു സർക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റൗണ്ട് ചെയ്ത് വരുന്നു എന്ന രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രോഗ്രാം പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Wings India 2026 to set to soar, Asia's largest civil aviation event to showcase the future of global aviation. So Wings India 2026 launch will mark the beginning of a landmark 4-day global aviation gathering scheduled to be held from 28 to 31st January 2026 at Begumpet Airport, Hyderabad. അതായത് നമ്മുടെ ഗ്ലോബൽ ഏവിയേഷൻ സ്ട്രക്ചറിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഏവിയേഷൻ സ്ട്രക്ചർ ഉള്ളത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വിങ്സ് ഇന്ത്യ 2026 എന്ന് പറയുന്നത്. ഏഷ്യയുടെ തന്നെ ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് ആണ് ടു ഷോക്കേസ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്ലോബൽ ഏവിയേഷൻ. ആൻഡ് അത് നടക്കുന്നത് ബെഗംപെറ്റ് എയർപോർട്ടിലാണ്, ഹൈദരാബാദില്. And the theme was Indian aviation paving the future from design to deployment, manufacturing to maintenance, inclusivity to innovation and safety to sustainability. അതായത് ഏവിയേഷന്റെ ഫ്യൂച്ചർ ഇനി ഫർദർ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ എന്തൊക്കെ ഇപ്പൊ ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിഡൻസ് അല്ലെങ്കിൽ കുറെ ക്ലാഷസ് ഒക്കെ നടക്കുന്ന സമയമാണ് ഈ ഏവിയേഷൻ സെക്ടറിൽ തന്നെ. സോ അതൊക്കെ എങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് സേഫ്റ്റി ടു സസ്റ്റൈനബിലിറ്റിയിലോട്ട് എങ്ങനെ വരാം എന്നുള്ളതാണ് എന്ത് ഈ ഒരു ഗ്ലോബൽ ഏവിയേഷൻ ഒരു മീറ്റിന്റെ എന്ത് ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് നോക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ദ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ വിൽ ജോയിൻലി ഓർഗനൈസ് ദ സെക്കൻഡ് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഇൻ ന്യൂഡൽഹി. അപ്പം സെക്കൻഡ് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് എന്ന് പറയുന്നതിന്റെ വെന്യൂ എന്ന് പറയുന്നത് എന്താണ്, ന്യൂഡൽഹി ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി തീം ഓഫ് ദ this global Buddhist summit will be collective wisdom, united voice and mutual coexistence എന്നുള്ളതാണ് എന്താ അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്.
ഫസ്റ്റ് ഗ്ലോബൽ സബ്മിറ്റിനെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ 2023 അതിന്റെയും പിന്നെയും ഇവിടെ തന്നെയായിരുന്നു, ന്യൂഡൽഹി തന്നെയായിരുന്നു. നൗ ഇറ്റ്സ് ദ സെക്കൻഡ് ഗ്ലോബൽ സബ്മിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വെച്ച് നടത്തുന്നത്. ഇനി ആ ഒരു ഫെഡറേഷൻ, ബുദ്ധിസ്റ്റ് ഫെഡറേഷൻ ഉണ്ട്. സോ അവരുടെ മോട്ടോ എന്ന് പറയുന്നത് എന്താ, കളക്റ്റീവ് വിസ്ഡം യുണൈറ്റഡ് വോയിസ് എന്നുള്ളതാണ് എന്ത് അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. Then PM Vishwakarma Hat 2026 to be organized at Delhi Hat, New Delhi from 18 to 31st January. Ministry of Micro, Small and Medium Enterprises, the MSME, will organize PM Vishwakarma Hat 2026 at Delhi Hat ENA in the national capital from January 18 to 31, and the theme will be Vishwakarma Ka Abhiyan Vikasit Bharat Ka Nirman. അതായത് വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള അവരുടെ, അപ്പം അവരുടെ ട്രഡീഷണൽ സ്കിൽസും അവരുടെ ആ മാർക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നത് ദില്ലിയിൽ ഹെൽഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Samakka Sarlamma Jatra. Telangana is preparing for the biennial Samakka Sarlamma Jatra beginning 28 January 2026, along with a large-scale redevelopment of the sacred precinct at Medaram. So, idennu parayunnathu recognized as Asia's largest tribal festival and one of the largest human congregations in the വേൾഡ്. അതായത് ഏറ്റവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താണ് ട്രൈബൽ ഫെസ്റ്റിവൽ ആയിട്ട് അംഗീകരിച്ച അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കിട്ടിയതാണ് എന്ത് സമകമ്മ സർലമ്മ ജാത്ര എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എന്താണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹ്യൂമൻ കോൺഗ്രിഗേഷൻസ് ഇൻ ദ വേൾഡ് ആണ് എന്ത് ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ബൈ, അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻസ് നടത്തുന്നതാണ് തെലുങ്കാനയാണ്. അറ്റ് മേദാരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. സോ മെയിൻലി തെലുങ്കാനയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആന്ധ്രാസ് പൊന്തുരു ഖാദി ഗെറ്റ്സ് ഗ്ലോബൽ ടാഗ്. അതായത് GI ടാഗ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൊന്തുരു ഖാദി ഓഫ് ആന്ധ്രാപ്രദേശ് ഹാസ് ബീൻ ഗ്രാൻഡഡ് ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വിത്ത് രജിസ്ട്രേഷൻ അവാർഡഡ് ഇൻ ദ ഫേവർ ഓഫ് ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. അതായത് ഖാദി കാറ്റഗറിയിൽ പുതിയതായിട്ട് GI ടാഗ് കിട്ടുന്നതാണ് എന്താ പൊന്തുരു ഖാദി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആണിത് പൊന്തുരു ഖാദി എന്ന് പറയുന്നത്. ഫേമസ് ഹാൻഡ്സ്പൺ ആൻഡ് ഹാൻഡ് വിവൺ കോട്ടൺ ഫാബ്രിക് ഫ്രം ആന്ധ്രാപ്രദേശിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാൻഡ്സ്പൺ ഹാൻഡ് വിവൺ കോട്ടൺ ഫാബ്രിക് ആണ് എന്ത് ഇതെന്ന് പറയുന്നത്. ആൻഡ് actually it has been nominated for the one district one product scheme from the ശ്രീകാകുളം district. അതായത് ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. ആ സ്കീമിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്തത് ശ്രീകാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിന്റെ തന്നെ പൊന്തുരു ഖാദി. അപ്പൊ മെയിൻലി ആ ഒരു ഡിസ്ട്രിക്റ്റിലായിരിക്കും എന്താ ഇതിന്റെ ഹാൻഡ്ലൂംസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. സോ അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ GI ടാഗിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ പോയിരിക്കുന്നത്, GI ടാഗ് അപ്രൂവ് ആയിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഒഡീഷ ഗവൺമെന്റ് ലോഞ്ചസ് ന്യൂ സ്കീം ആമേ പതിബ ആമേ ബസാരെ സ്കീം എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ്. അതായത് മദർ ടങ്ങിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പുതിയ സ്കീമാണ് ആമി പതിബ ആമ ബസാരെ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇത് ചെയ്ത ഗ്രൂപ്പ് 3 to 6 ഇയേഴ്സിൽ വരുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ മെയിൻലി എവിടെ ആയിരിക്കും അംഗൻവാടി ആ ട്രെയിൻ ലെവലിലുള്ള കുട്ടികളുടെ ആയിരിക്കും മെയിൻലി അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100-day ക്യാമ്പയിനും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മിസോറാം ഗവൺമെന്റ് ടു പ്രൊക്യൂർ ജിഞ്ചർ broomstick under Bhana case scheme. Mizoram Chief Minister Lal Duhoma announced that the state government will begin procuring ginger and dry broomstick directly from farmers from February 2nd under its flagship handholding initiative, the Bhana Khai Scheme. Bhana Khai Scheme എന്ന് പറയുന്നത് മിസോറാം ഗവൺമെന്റിന്റെയാണ്. എന്താണ് ആ സ്കീം കൊണ്ട് എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു പ്രൊക്യൂർ അല്ലെങ്കിൽ എന്താ അവർ കളക്ട് ചെയ്യും എന്താ ഡയറക്റ്റ് ഫാമേഴ്സിൽ നിന്ന് ജിഞ്ചർ ആൻഡ് ഡ്രൈ ബ്രൂംസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു
കളക്ട് ചെയ്തിട്ട് ഫാമേഴ്സിന് അതിന് തക്കതായിട്ടുള്ള എന്ത് കിട്ടും, they will get the benefits. And Karnataka launches Grihalakshmi digital marketing portal. അപ്പൊ കർണാടക എന്ത് ചെയ്യുന്നുണ്ട്, ഗൃഹലക്ഷ്മി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് വുമൺ ഓൺടർപ്രണർഷിപ്പ് ടു എ സ്റ്റേറ്റ് ബാക്ക്ഡ് ഇ കൊമേഴ്സ് പോർട്ടൽ. ഒരു ഇ കൊമേഴ്സ് പോർട്ടൽ വഴി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്ത് ചെയ്യുന്നു, വുമൺ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, Prime Minister lays foundation stone for Kaziranga corridor, flags of 2 Amrit Bharat trains. അതായത് PM has laid the foundation stone for rupees 6,957 crore Kaziranga elevated corridor and virtually flagged off 2 Amrit Bharat trains in Assam's Nagaon district. Assamile തന്നെ നഗൗൺ ഡിസ്ട്രിക്റ്റില് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർസ്, അതെന്ന് പറയുമ്പോൾ കാസിരംഗ എന്ന് പറയുമ്പോൾ നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന എന്താണ്, നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്. So the corridor aims to ensure safe wildlife movement across the Kaziranga National Park and Tiger Reserve, reduce road accidents on national highways and boost ecotourism while generating local employment opportunities. അതായത് ഈ പറയുന്ന കാസിരംഗ നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള എന്ത് ചെയ്യുന്നു, ആ ഒരു ഹൈവേയില് എന്താ റോഡ് ആക്സിഡൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഈ എക്കോ സിസ്റ്റം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു അവിടെയുള്ള ലോക്കൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രൈം മിനിസ്റ്റർ ഓൾസോ വിർച്വലി ഫ്ലാഗ്ഡ് ഓഫ് 2 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഡിബ്രൂഗർ ഗോമതിനഗർ ലക്നൗ ആൻഡ് കാംക്യ റോഹ്തക് എന്ന് പറയുന്ന 2 ട്രെയിൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ലാസ്റ്റ് ന്യൂസ്, ഇന്ത്യസ് ഫസ്റ്റ് ഓവർനൈറ്റ് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിൻ കണക്ടിങ് കൊൽക്കത്ത ആൻഡ് ഗുവാഹത്തി, അതായത് ഹൗറ ഇൻ കൊൽക്കത്ത ടു ഗുവാഹത്തി, അതായത് കാംക്യ റൂട്ട് ഓൾസോ ലോഞ്ച്. അത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോഞ്ച് ചെയ്തതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, Maharashtra cabinet clears rupees 4,775 crore Bhemla river irrigation project. Project is associated with Yavatmal district of Maharashtra. എന്തിനാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ബംബ്ല റിവർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ വർധ റിവർ സിസ്റ്റം ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ റിവർ അല്ലെങ്കിൽ റിവർ സിസ്റ്റം ആയിട്ടുള്ള വർധ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്താ ബംബാല എന്ന് പറയുന്നത്. സോ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ റെജിറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം ഇപ്പം മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, യൂണിയൻ മിനിസ്റ്റർ Jitendra Singh launches India's first open sea marine fish farming project at North Bay, Andaman Sea. Andaman Seaല് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പൈലറ്റ് ഇനിഷ്യേറ്റീവ് ഫോക്കസസ് ഓൺ ഓപ്പൺ സീ കൾട്ടിവേഷൻ ഓഫ് മറൈൻ finfish and seaweed in natural ocean conditions and integrating scientific innovation with livelihood generation. അതായത് നാച്ചുറൽ ഓഷ്യൻ കണ്ടീഷൻസ് അതുപോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓഷ്യൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ സീ കൾട്ടിവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ ആൾക്കാരുമായിട്ട് ആ ഒരു ടൂറിസവും അതിന്റെ കൂടെ എന്ത് ചെയ്യാം, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് vitamin A. Researchers recently uncovered new ways a vitamin A derived molecule can interface with the immune system's ability to fight cancer. അതായത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ എയുടെ തന്നെ ഒരു ഡിറൈവ്ഡ് മോളിക്യൂളിന് അതിനുള്ള എന്തുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ന്യൂ റിസർച്ചേഴ്സ് ഹാസ് ഫൗണ്ട്. ആൻഡ് വൈറ്റമിൻ എയെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ്, പ്രൈമർലി സ്റ്റോർഡ് ഇൻ ദ ലിവർ. പിന്നെന്താണ്, മെയിൻ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ എന്ത് ചെയ്യേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് അതിന്റെ എന്തുണ്ട്, ഡെഫിഷ്യൻസി ഡിസീസിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവുന്നതാ. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് വായിച്ചു നോക്കുക. ഈ സ്ലൈഡ്സ് എന്തായാലും വായിക്കണം, വൈറ്റമിൻ എയുടേത് അത് ഇമ്പോർട്ടന്റ് ആണ്. And next one, Giginophis valmiki. Indian scientists recently recovered a rare subterranean amphibian species in the northern West Ghats of Maharashtra and named it Giginophis valmiki. അതായത് റയർ ആയിട്ടുള്ള സബ്ടെറേനിയൻ ആംഫിബിയൻ സ്പീഷീസിനെ എന്ത് ചെയ്തു,
കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് ആസ് ഇക്കനോഫിയസ് വാൽമീകി എന്ന പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇതിന് എന്ത് ചെയ്തിരിക്കുന്നത്, പേര് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ലുക്ക് സിമിലർ ടു എന്താ, സോ മച്ച് ലൈക്ക് എർത്ത് വോംസ്. എർത്ത് വോംസിനോട് വളരെയധികം സാമ്യമുള്ളതാണെന്ത്, ഈ പറയുന്ന ഒരു പുതിയ വെറൈറ്റി ആംഫിബിയൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ചതം ഐലൻഡ്സ് എന്നുള്ളതാണ്. എ ബ്ലൂം ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ ടൈനി photosynthetic organisms that become visible to satellites when their numbers explode encircle the Chatham Islands in austral summer recently. അതായത് ഒരു ഫൈറ്റോപ്ലാങ്ക്ടന്റെ ടൈനി ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസിനെ എവിടെ കണ്ടെത്താനായിട്ട് പറ്റി, ചാത്തം ഐലൻഡ്സിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റി. they could see and it was visible through the satellites. സാറ്റലൈറ്റ്സിലൂടെയാണ് അതിനെ എന്ത് ചെയ്തത്, വിസിബിൾ ആയത്. ആൻഡ് ദിസ് ചത്തം ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഐലൻഡ് ഗ്രൂപ്പ് ഇൻ സൗത്ത് പസഫിക് ഓഷ്യൻ. സൗത്ത് പസഫിക് ഓഷ്യനിലെ ഒരു ഐലൻഡ് ഗ്രൂപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, ചാത്തം ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇനി എന്താണ്, അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സ്റ്റോം നോഖേൻ ട്രേസസ് ലഹർ റിസ്ക് അറ്റ് മയോൺ വോൾക്കാനോ. മയോൺ വോൾക്കാനോയില് എന്ത് ചെയ്തു, റിസ്കി ആയിട്ടുള്ള ട്രോപ്പിക്കൽ സ്റ്റോം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം റേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഓഫ് ദി ഇയർ, ട്രോപ്പിക്കൽ സ്റ്റോം നോക്കെയിൻ, locally named Ada, is posing fresh risk for communities around Mayon volcano in the Philippines. ഫിലിപ്പൈൻസില് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ത്രെട്ട് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോപ്പിക്കൽ സ്റ്റോം നോക്കെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അറൌണ്ട് മയോൺ വോൾക്കാനോയില് ആണ് എന്ത് ചെയ്തേക്കുന്നത്, കാണപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ട്രംപ് അനൗൺസസ് ന്യൂ ബോർഡ് ഓഫ് പീസ് ടു ലീഡ് സെക്കൻഡ് ഫേസ് ഓഫ് ഗാസ പീസ് പ്ലാൻ. So the US President Donald Trump has announced the members of a new board of peace to lead the second phase of his 20-point peace plan aimed at ending the Gaza conflict. So Gaza conflict end ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇനിഷ്യേറ്റീവിന് ശേഷം സെക്കൻഡ് ഫേസ് ഓഫ് ഹിസ് 20-point peace പ്ലാനിന് വേണ്ടി എന്ത് ചെയ്തേക്കാം. So Trump has announced a lead and ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് വിൻ ലഡാക്ക് ഖോർക്ക കപ്പ് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ ബീറ്റിംഗ് ലഡാക്ക് സ്കൗട്ട്സ് ഇൻ കാർഗിൽ ഫൈനൽ. അതായത് കാർഗിൽ ഫൈനലില് എന്താണ് നമ്മുടെ ITBP, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ഹാവ് വൺ ദ ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ ബീറ്റിംഗ് ലഡാക്ക് സ്കൗട്ട്സ്. ലഡാക്ക് സ്കൗട്ട്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ട് ദേ ഹാവ് വൺ ദ ഹോക്കി ചാമ്പ്യൻഷിപ്പ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വൺ ചെയ്തിട്ടുണ്ട്. സോ അത് അത്രയുമാണ് എന്താ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് എല്ലാം ഞാൻ എന്ത് ചെയ്തേ ഉള്ളൂ, ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക PDF. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ എന്താ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ.